Good morning all. Today we are discussing logic gates. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ് എങ്കിലും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. എന്താണ് ലോജിക് ഗേറ്റ്സ്? ലോജിക് ഗേറ്റ് ഈസ് ആൻ എലമെൻ്ററി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ ഡിജിറ്റൽ സർക്യൂട്ട്. മോസ്റ്റ് ലോജിക് ഗേറ്റ്സ് ഹാവ് 2 ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട്. ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ ഏറ്റവും ബേസിക് ബ്ലോക്കാണ്, ബിൽഡിംഗ് ബ്ലോക്കാണ് ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരുപാട് ലോജിക് ഗേറ്റ്സ് കൂടിയിട്ടാണ് ഒരു ഡിജിറ്റൽ സർക്യൂട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോജിക് ഗേറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ലോജിക് ഗേറ്റ്സിനകത്തും 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും. പക്ഷെ അതല്ലാത്ത കേസ് ഉണ്ട് എങ്കിൽ കൂടെ മോസ്റ്റ് ഓഫ് ദി കേസസ് അങ്ങനെയാണ്. അറ്റ് എനി ഗിവൺ മൊമെൻറ്റ് എവറി ടെർമിനൽ ഈസ് ഇൻ വൺ ഓഫ് ദി 2 ബൈനറി കണ്ടീഷൻസ് ലോ ഓർ ഹൈ റെപ്രസെൻറ്റഡ് ബൈ ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവൽസ്. അതായത് ഏത് മൊമെൻറ്റിലും, അതായത് നമ്മളിത് പെർഫോം ചെയ്യുമ്പോൾ ഓരോ ടെർമിനലും എന്തായിരിക്കും, ഒന്നെങ്കിൽ 0 ആയിരിക്കും, 1 ആയിരിക്കും, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ട്രൂ ആണ്, ഫാൾസ് ആണ് അങ്ങനെ പറയാം. അതായത് 0 ആണെങ്കിൽ ഫാൾസ്, 1 ആണെങ്കിൽ ട്രൂ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ലോ ആണ്, ഹൈ ആണെന്ന് പറയാം. ആക്ച്വലി നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടിനകത്ത്, ഡിജിറ്റൽ സർക്യൂട്ടിനകത്തൊക്കെ പറയുമ്പോൾ ആക്ച്വലി വോൾട്ടേജ് ലെവലാണ് പറയുക. അതായത് ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്. പക്ഷേ നമുക്ക് മനസ്സിലാൻ വേണ്ടി നമ്മൾ എന്താ പറയും, 0, 1 എന്ന് പറയും. ആക്ച്വലി ഹൈയും ലോ ആണ് അതിൻ്റെ വോൾട്ടേജ് ലെവൽസ്. നമുക്കത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി 0, 1 അല്ലെങ്കിൽ ട്രൂ, ഫാൾസ് എന്നൊക്കെ പറയാം. There are 7 basic logic gates: AND, OR, XOR, NOT, NAND, NOR and XNOR. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ലോജിക് ഗേറ്റ്സും നോക്കാം. ഫസ്റ്റ് എന്താണ് AND ഗേറ്റ്? The output is true when both inputs are true, otherwise the output is false. എങ്ങനെയാണ് ഒരു AND ഗേറ്റ് ട്രൂ ആവുന്നത്, ഫാൾസ് ആവുന്നത്? ഈ ഫിഗറും ശ്രദ്ധിക്കണം, AND ഗേറ്റിൻ്റെ ഫിഗറാണ്. ഇപ്പോൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളത്, 2 ഇൻപുട്ടുണ്ട്, ഒരു ഔട്ട്പുട്ടുണ്ട്. ഇതിനകത്ത് എപ്പോഴൊക്കെയാണ് ട്രൂ ആവുന്നത്? ഔട്ട്പുട്ട് ട്രൂ ആവുന്നത് 2 ഇൻപുട്ടുകളും ട്രൂ ആവുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. ശ്രദ്ധിക്കണം, പലർക്കും അറിയായിരിക്കും പക്ഷെ അറിയാത്തവരുണ്ടായിരിക്കും, കൺഫ്യൂസ്ഡ് ആയി പോകുന്നവരും ഉണ്ടായിരിക്കും. ശ്രദ്ധിച്ചു പോകട്ടോ. 2 ഇൻപുട്ടും ട്രൂ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ട്രൂ ആവും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫാൾസ് ആണ്. കണ്ടോ, 0, 0 ആകുമ്പോൾ 0, 0, 1 ആകുമ്പോൾ 0, 1, 0 ആകുമ്പോൾ 0, 1, 1 ആണെങ്കിൽ മാത്രം 1. അതാണ് AND ഗേറ്റിൻ്റെ പ്രത്യേകത. OR ഗേറ്റിൻ്റെ പ്രത്യേകത വരുമ്പോൾ നോക്കാം. ദ OR ഗേറ്റ് ഗെറ്റ്സ് is named from the fact that it behaves after the fashion of the logical inclusive OR. The output is true if either or both of the inputs are true. If both inputs are false, then the output is false. അതായത് OR ഗേറ്റ് എന്നുള്ള പേരാണ് വന്നത് ലോജിക്കൽ ഇൻക്ലൂസീവ് OR ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത് എന്നതിൽ നിന്നാണ്. ഇതിനകത്ത് നടക്കുന്നത് ഒന്നുകിൽ 2 ഇൻപുട്ടും ട്രൂ ആവാം, അല്ലെങ്കിൽ ഐദർ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി, അല്ലെങ്കിൽ ബോത്ത്. അതാണ് ഇവിടെ ടേബിളിൽ കാണിക്കുന്നത്. 0, 0 ആണെങ്കിൽ 0, അതായത് രണ്ടും ഫാൾസ് ആണെങ്കിൽ പിന്നെ ഫാൾസ് ആണ്. അതല്ല ഒന്ന് 0യും ഒന്ന് 1ഉം ആണെങ്കിൽ ട്രൂ ആണ്. പിന്നെ ഒന്ന് 1ഉം ഒന്ന് 0യും ആണെങ്കിലും ട്രൂ ആണ്. 1ഉം 1ഉം ആണെങ്കിലും ട്രൂ ആണ്. അതാണ് OR ഗേറ്റിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് XOR ഗേറ്റ്. XOR ഗേറ്റിൻ്റെ പേരാണ് എക്സ്ക്ലൂസീവ് OR എന്നാണ് ഇതിനെ പറയുക. ദിസ് ഗേറ്റ് ആക്ട് ഇൻ ദ സെയിം വേ ആസ് ദ ലോജിക്കൽ ഐദർ ഓർ. ഇതിനെ പറയുന്നത്, പെർഫോം ചെയ്യുന്നത് ലോജിക്കൽ ഐദർ ആണ്, ഐദർ ഓർ ആണ്. ദ ഔട്ട്പുട്ട് ഈസ് ട്രൂ ഇഫ് ഐദർ ബട്ട് നോട്ട് ബോത്ത്. ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആണ്, രണ്ടും ആണെങ്കിൽ ഒരിക്കലും ഔട്ട്പുട്ട് ട്രൂ അല്ല. ബട്ട് നോട്ട് ബോത്ത് ഓഫ് ദ ഇൻപുട്ട്സ് ആർ ട്രൂ. ദ ഔട്ട്പുട്ട് ഈസ് ഫാൾസ് ഇഫ് ബോത്ത് ഇൻപുട്ട്സ് ആർ ഫാൾസ് ഓർ ഇഫ് ബോത്ത് ഇൻപുട്ട്സ് ആർ ട്രൂ. എപ്പോഴേക്കാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നതെന്ന് വെച്ചാൽ 2 ഇൻപുട്ടും ഫാൾസ് ആകുമ്പോഴും ഫാൾസ് ആണ്, അതേപോലെ 2 ഇൻപുട്ടും ട്രൂ ആണെങ്കിലും ഫാൾസ് ആണ്. അപ്പോൾ എപ്പോഴേക്കാണ് ട്രൂ ആവുക? ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ട്രൂ ആണ്. അതായത് 0, 1, 1, 0 കോമ്പിനേഷൻസ് വരുമ്പോൾ മാത്രം ഇത് ട്രൂ ആവും. പകരം 0, 0, 1, 1 കേസുകളൊക്കെ വരുമ്പോൾ അതെന്താവും, ഫാൾസ് ആവും. അതാണ് XOR ഗേറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഷുവറായിട്ടും പലർക്കെങ്കിലും കൺഫ്യൂഷൻസ് വരുന്ന ഏരിയ ആണ്. പിന്നെ എക്സാമിന് ചിലപ്പോൾ അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുകയും ചെയ്താൽ, ഷുവറല്ല, ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന കേസാണെങ്കിൽ അപ്പോഴും കൺഫ്യൂഷൻ വരുന്നവരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് തന്നെ പോവാം. Then NOT gate. Logical inverter, sometimes called a NOT gate to differentiate it from other types of electronic inverter devices, has only one input. It reverses the logic state. NOT ഗേറ്റിനെ പറയുന്ന പേരാണ് ലോജിക്കൽ ഇൻവെർട്ടർ. നമ്മളിതിനെ പറയുന്നത്, ഇതിൻ്റെ കേസ് വരുമ്പോൾ NOT ഗേറ്റ് എന്ന് പറയും. ടു ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം അതർ ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ഇൻവെർട്ടർ ഡിവൈസസ്. ഇത് നമ്മളിതിനെന്ത് പറയും, നമ്മൾ പറഞ്ഞു മറ്റ് ലോജിക്കൽ ഇൻവെർട്ടേഴ്സിനൊക്കെ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഇതിനെ നമ്മൾ NOT ഗേറ്റ് എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് ഒറ്റ ഇൻപുട്ടേ ഉണ്ടാവുള്ളൂ,
അതെന്ന് പറഞ്ഞാൽ ലോജിക് സ്റ്റേറ്റ് എന്താണോ അതിനങ്ങ് റിവേഴ്സ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയി, ഇൻപുട്ട് 0 ആയാൽ ഔട്ട്പുട്ട് 1 ആയി. NAND gate. The NAND gate operates as an AND gate followed by NOT gate. NAND gate എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഒരു നോട്ട് ഗേറ്റ്, അതിൻ്റെ ബാക്കിൽ ഒരു ആൻഡ് ഗേറ്റ്. അപ്പോൾ ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും കൂടെ പെർഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? നാൻഡ് ഗേറ്റ് എന്ന് പറയുക. ഇറ്റ് ആക്ട്സ് ഇൻ ദ മാനർ ഓഫ് ദ ലോജിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് ഫോളോഡ് ബൈ നെഗേഷൻ. അതായത് എന്ത് ചെയ്യും? ആദ്യം ആൻഡ് ചെയ്യും, എന്നിട്ട് നെഗേഷൻ ചെയ്യും. The input is false if both inputs are true, otherwise the output is true. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇപ്പോൾ 0 കേസ് വന്നു. 0 ആണെങ്കിൽ ആൻഡ് ചെയ്താൽ എന്താണ്? 0 ആണ്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എടുക്കുമ്പോൾ 1 കിട്ടി. അതുകൊണ്ടാണ് 0 വന്നപ്പോൾ 1 വന്നത്, ട്രൂ ആയത്. പിന്നത്തെ കേസ് വരുമ്പോൾ 0 ആണ്. 0 ആകുമ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത വെച്ച് പറയുകയാണെങ്കിൽ 0 0 തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ നെഗേഷനും കൂടെ ചെയ്യുന്നത് കൊണ്ട് എന്തായി? ട്രൂ ആയി മാറി. 10 കേസും അത് തന്നെ. എന്താണ് 10 0 ആണ്, പക്ഷേ നെഗേഷൻ ചെയ്യുമ്പോൾ അതും 1 ആയി. പിന്നെ 1 കേസ് വരുമ്പോൾ ആൻഡ് ഗേറ്റിനകത്ത് 1 ആണ്, പക്ഷേ അതിന് നാൻഡ് ഗേറ്റിലൂടെ പോകുമ്പോൾ, അതായത് നെഗേഷനും കൂടെ ചെയ്യുമ്പോൾ അത് 0 ആയി. അപ്പോൾ റിസൾട്ട് വരുന്നത് എങ്ങനെയാണ്? 0 ആണെങ്കിൽ 1, 1 ആണെങ്കിൽ 1, 10 ആണെങ്കിൽ 1, 11 ആണെങ്കിൽ 0. അങ്ങനെയാണ് നാൻഡ് ഗേറ്റിനകത്ത് വരുന്നത്. ഇനി നോർ ഗേറ്റ്. The NOR gate is a combination of OR gate followed by an inverter. Its output is true if both inputs are false, otherwise the output is false. ഇതെന്ന് പറഞ്ഞാൽ നോർ എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റും നോട്ട് ഗേറ്റും, അതായത് ഇൻവെർട്ടറും കൂടെ ഉള്ള കോമ്പിനേഷനാണ് നോർ ഗേറ്റ്. അതായത് ഒരു ഇൻവെർട്ടർ, അതായത് നോട്ട് ഗേറ്റ്, പിന്നെ ഒരു ഓർ ഗേറ്റ്. അതാണ് ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ടാബിൾ എങ്ങനെ വരുന്നത് നോക്കാം. 0 ആണ് വരുന്നതെങ്കിൽ അത് ഓർ ആകുമ്പോൾ എങ്ങനെയാണ്? 0 ആണെങ്കിൽ 0 ആണ്. അപ്പോൾ അതിന് നെഗേഷൻ ചെയ്യും 1. 1 ആകുമ്പോൾ ഓർ ഗേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അതെന്താണ്? 1 ആണ്, പക്ഷേ അതിന് നെഗേഷൻ ചെയ്യും 0. 10 ആകുമ്പോഴും 1 ആണ്, നെഗേഷൻ ചെയ്യും 0. 11 ആകുമ്പോഴും എന്താണ്? 1 ആണ്, അപ്പോൾ നെഗേഷൻ ചെയ്യുമ്പോൾ 0. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോയത് കേട്ടോ. ഓറും നോറൊന്നും നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകും കേട്ടോ. ഇനി എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് ആണ്. ദ XNOR ഗേറ്റ് ഓർ എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് XOR ഗേറ്റ് ഫോളോഡ് ബൈ ആൻ ഇൻവെർട്ടർ. ഇതിനകത്ത് നടക്കുന്ന ആരൊക്കെയാണ്? നോട്ട് ഗേറ്റ് ഉണ്ട്, അതായത് നെഗേഷൻ ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ട്, പിന്നെ ഒരു XORും ഉണ്ട്. ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് ട്രൂ ഇഫ് ദ ഇൻപുട്സ് ആർ ദ സെയിം ആൻഡ് ഫാൾസ് ഇഫ് ദ ഇൻപുട്സ് ആർ ഡിഫറെൻറ്റ്. അതായത് എങ്ങനെയൊക്കെയാണ് ഇത് ട്രൂ ആവുന്നത് ഫാൾസ് ആവുന്നതെന്ന് നോക്കാം. ഇൻപുട്ട് 0 എന്നാൽ ഔട്ട്പുട്ട് എന്താണ്? 1 ആണ്. കാരണം ഇൻപുട്ട് 0 ആണെങ്കിൽ എന്തായിരിക്കും XORൽ നടക്കുക എന്നറിയോ? XORൽ നടക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 0 ആണെങ്കിൽ 0 ആയിരിക്കും, പക്ഷേ അതിൻ്റെ നെഗേഷൻ ചെയ്യുമ്പോൾ എന്തായി? 1 ആയി മാറി. 1 ആകുമ്പോൾ XORൻ്റെ കേസ് വരുമ്പോൾ അത് 1 ആയിരിക്കും, പക്ഷേ അതിൻ്റെ നെഗേഷൻ ചെയ്യുമ്പോൾ എന്തായി? 0 ആയി. 10 ആകുമ്പോൾ XORൻ്റെ കേസ് വരുമ്പോൾ അത് 1 ആണ്, പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്? അതിൻ്റെ നെഗേഷൻ എടുക്കും, അപ്പോൾ 0 ആയി. 11 വരുമ്പോൾ നമ്മളുടെ XORനകത്ത് 0 ആണ്, പക്ഷേ അതിൻ്റെ നെഗേഷൻ എടുക്കും, അപ്പോൾ ഇവിടെ 1 ആയി. അതായത് XORൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്കറിയണം. XORൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 2 ഇൻപുട്ട് ഫാൾസ് ആണെങ്കിലും ഫാൾസ്, 2 ഇൻപുട്ട് ട്രൂ ആണെങ്കിലും ഫാൾസ് ആയിരുന്നു. പക്ഷെ രണ്ടും ഐദർ ആണെങ്കിൽ മാത്രമേ അത് 1 ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കുന്നത്. അതായത് രണ്ടും ട്രൂവും രണ്ടും ഫാൾസും ആകുമ്പോൾ ട്രൂ ആയി മാറും. പകരം ഐദർ കേസ് വരുമ്പോൾ അത് 0 ആയിട്ട് മാറും. Then using combinations of logic gates, complex operations can be performed. അതായത് നമ്മൾ കുറേ ടൈപ്പ് ഓഫ് ലോജിക് ഗേറ്റ്സ്, ഏറ്റവും എലിമെൻ്ററി ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ടുള്ള ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ലോജിക് ഗേറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സർക്യൂട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരം ലോജിക് ഗേറ്റ്സിൻ്റെ കോമ്പിനേഷൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കോംപ്ലക്സ് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റും. In theory, there is no limit to the number of gates that can be arrayed together in a single device. തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ഡിവൈസിനകത്ത് നമ്മൾ ഇത്രയും ലോജിക് ഗേറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാനും അറേ ചെയ്യാനൊക്കെ പോസിബിളാണ്. തിയററ്റിക്കലി പറയുമ്പോൾ ലിമിറ്റേഷൻസ് ഇല്ല. പക്ഷെ പ്രാക്ടിക്കലി ഒരു കാര്യം ചെയ്യുമ്പോൾ
There is a limit to the number of gates that can be packed into a given physical space. പ്രാക്ടിക്കലി കാര്യം പറയുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഒരു ഫിസിക്കൽ സ്പേസിലേക്ക് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡിവൈസിലേക്ക് എത്ര ഗേറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ലിമിറ്റേഷൻസ് വരും. പക്ഷേ തിയററ്റിക്കലി പറയുമ്പോൾ അത്രയും പോസിബിളാണ്. Arrays of logic gates are found in digital integrated circuits. നമ്മൾ ഇത്തരം ലോജിക് ഗേറ്റ്സ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും IC ചിപ്പുകളൊക്കെ. അത്തരം ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ സർക്യൂട്ടുകളിലൊക്കെ അകത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വോൾട്ടേജ് ഹൈയും ലോവും ആവുന്നതിനനുസരിച്ചാണ് ഓരോ കോംപ്ലക്സ് ഓപ്പറേഷൻസും അത് പെർഫോം ചെയ്യുന്നത്. ആസ് IC ടെക്നോളജി advances, the required physical volume for each individual logic gate decreases, and digital devices of the same or smaller size become capable of performing ever more complicated operations at ever increasing speeds. അതായത് IC ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ടെക്നോളജി കുറേ അഡ്വാൻസ്ഡ് ആയതിൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ വോളിയം, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ലോജിക്കൽ ഗേറ്റ്സ് ഒരുപാട് ഇത്തരം ചിപ്പുകളിൽ യൂസ് ചെയ്യേണ്ടി വരും. സർക്യൂട്ടിനകത്ത് IC ചിപ്പുകളിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ സ്പേസ്, ലോജിക് ഗേറ്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ സ്പേസ് ഡിക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ അതിനെ സ്മോളർ സൈസിലാക്കി മാറ്റാനും അത്ര സ്മോളർ സൈസിലുള്ള ICക്കകത്ത് വെരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ മാത്രം കേപ്പബിൾ ആക്കാനും മാത്രമല്ല അത്രയും ഇൻക്രീസിങ് സ്പീഡിനകത്ത് തന്നെ പെർഫോം ചെയ്യാനും മാത്രം നമ്മളുടെ വേൾഡ് എന്തായി ഇന്ന് അഡ്വാൻസ്ഡായി മാറിക്കഴിഞ്ഞു. നമ്മൾ IC ചിപ്പൊക്കെ ചെറുതാക്കി കൊണ്ടുവന്ന് പിന്നെ ഇപ്പോൾ പക്ഷേ പെർഫോമൻസ് ഫാസ്റ്റസ്റ്റാണ്, അതേപോലെ ക്യാപ്പബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. പക്ഷേ ഫിസിക്കലി ഒരു സാധനം കാണുമ്പോൾ അത് വളരെ സ്മോളർ സൈസാണ്. അത് നമ്മളുടെ ഇന്നത്തെ വേൾഡ് ടെക്നോളജിക്കൽ വേൾഡ് അത്രയും അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പോസിബിലിറ്റീസ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈവൻ കമ്പ്യൂട്ടറിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, ആദ്യത്തെ ENIAC കമ്പ്യൂട്ടറൊക്കെ എന്തായിരുന്നു, റൂം നിറയെ ഉണ്ടായിരുന്നു, അത്രയും ബിഗായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ചെറുതായി ഇപ്പോൾ നമ്മൾ കൈ പിടിക്കുന്ന ഒരു ഫോൺ വരെ നമുക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത്രയും ടെക്നോളജി വളർന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇത്തരം കേസുകൾ വരുമ്പോൾ IC ചിപ്പൊക്കെ അത്രയും ചെറുതായി പോവാണ്, ക്യാപ്പബിലിറ്റി കൂടുതലാണ്. അതേപോലെ പെർഫോമൻസ് ഏത് കോംപ്ലിക്കേഷൻസും ചെയ്യാം. അതേപോലെ സ്പീഡ് ഫാസ്റ്റസ്റ്റാണ്, പക്ഷേ സൈസ് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയാണ് ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ലോജിക് ഗേറ്റ്സ്. നമ്മൾ പല ടൈപ്സ് ഓഫ് ലോജിക് ഗേറ്റ്സ് പറഞ്ഞു, അതിൻ്റെ ട്രൂത്ത് ടേബിൾസ് പറഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് ലോജിക് ഗേറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് കൂടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സൊക്കെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഈ ലോജിക് ഗേറ്റ്സ് തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ലിമിറ്റേഷൻസ് ഒന്നുമില്ല, എത്ര ലോജിക് ഗേറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല, കാരണം ലിമിറ്റേഷൻസ് ഉണ്ട് ഫിസിക്കൽ സ്പേസിൻ്റെ കേസ് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വേൾഡ് ഇത്രയും അഡ്വാൻസ്ഡ് ആയി മാറിയതിൻ്റെ കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ലോജിക് ഗേറ്റ്സിൻ്റെ സൈസ് കുറക്കാൻ പറ്റി, നമ്മുടെ IC ചിപ്പുകളുടെ സൈസ് കുറക്കാൻ പറ്റി. പക്ഷേ ക്യാപ്പബിലിറ്റി വളരെ കൂടുതലും അതോടൊപ്പം തന്നെ സ്പീഡ് എക്സിക്യൂഷനും പോസിബിളാണ്. ഇത്രയൊക്കെയാണ് ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നോട്ട് എഴുതിയെടുക്കുക, വീഡിയോ വാച്ച് ചെയ്യുക, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, സജഷൻസ് എന്തെങ്കിലും പറയുക. പിന്നെ പുതിയ കുറച്ച് പേര്, അതായത് ഹംനിയൊക്കെ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെയും കോളേജിൽ പോകാനുണ്ടായിരുന്നു, ഇന്നും കോളേജിൽ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ആ ടൈമിൽ അത്ര സംസാരിക്കാൻ പറ്റുമോ എന്ന് ഡൗട്ടുണ്ട്. എനിവേ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.